ബേസിലി ഫസ്റ്റ് ലുക്കും പരിപാടിയൊക്കെ വന്ന സമയത്ത് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ബേസിൽ എങ്ങനെയാണ് മറ്റേ ഡയറ്റ് ഒക്കെ എടുത്ത് വളരെ സ്ട്രിക്റ്റ് പ്ലാൻ ഒക്കെ ആയിട്ടാണോ ഇത്രയും ചെറുപ്പത്തിലേക്ക് കൊണ്ടുവന്നതെന്നുള്ളത്. പേടുന്നതിന് ടോവിനോ തോമസ് ഒക്കെ ഇന്റർവ്യൂവിലും പറയുന്നുണ്ടായിരുന്നു. ശരിക്കും എന്തെങ്കിലും അങ്ങനത്തെ മറ്റേ വർക്ക്ഔട്ട് പ്ലാൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? കാരണം ഇതിന്റെ ഫസ്റ്റ് പോസ്റ്ററിൽ ലൈക് ഭയങ്കര ചെറുപ്പമാണല്ലോ ഇപ്പോഴും. ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, പിന്നല്ലാതെ പട്ടിപ്പണിയല്ലായിരുന്നു. ഒരു 8-10 മാസം ഇതിനു വേണ്ടി മെനക്കെട്ടിട്ടായിരുന്നു. ഇത് വേറെ സിനിമയൊന്നും ചെയ്തില്ല, മരണമാസം കഴിഞ്ഞിട്ട് പിന്നെ വേറെ സിനിമയിലൊന്നും അഭിനയിച്ചില്ല. പിന്നെ അതിരടിയാണ്. ഇപ്പൊ 1 വർഷമായി ഒരു സിനിമ ഇറങ്ങിയിട്ട്. അപ്പൊ അത്രയും സമയം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തായിരുന്നു. അല്ല, അവൻ ശരിക്കും പണിയെടുത്തായിരുന്നു. കാരണം ഭക്ഷണം, ബാക്കിയുള്ള അങ്ങനത്തെ ആ കാര്യങ്ങളിലെല്ലാം ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അതെ, കാരണം ഫസ്റ്റ് ടൈം ഞാൻ സെറ്റിൽ എത്തിയിട്ട് ഞാൻ ബേസിയെ കാണുമ്പോൾ ഇങ്ങനെ ഇരുന്ന ഒരു ബേസിയ ഞാൻ പിന്നെ കൂടുതൽ ചോദിക്കാൻ തോന്നില്ല. എന്തിനാ വെറുതെ കൂടുതൽ ചോദിച്ചു ഞാനിങ്ങനെ ഈ സെറ്റിൽ വന്ന് പണിയെടുത്ത ഒരുവിധപ്പെട്ട എല്ലാരും അവസാനം ഒരു 5-10 കിലോ എങ്കിലും കുറച്ചിട്ടാ പോയത്. അങ്ങനത്തെ എല്ലാവർക്കും ഭയങ്കര ഡയറക്ടർ അരുൺ മെലിഞ്ഞു 5 കിലോ കുറഞ്ഞു. പോൾസൺ 7 കിലോ എന്തോ കുറഞ്ഞു. ഇപ്പൊ പോൾസണെ കണ്ട പഴയ പോൾസൺ അല്ല, ചുള്ളനായിട്ട് നടക്കാണ്, വേറെ മൂടാ. വിനീതേട്ടൻ 5 കിലോ കുറഞ്ഞു. എല്ലാരും ഹെൽത്തി കുട്ടന്മാരായിട്ട്. പ്രൊഡ്യൂസർ ഒരു ക്രെഡിറ്റ് ആയിട്ട് എടുക്കണമെന്ന് തോന്നുന്നു. ഞങ്ങളുടെ അതിരടിയുടെ ഒരു ക്രെഡിറ്റ് ആണ്. പ്രൊഡ്യൂസറിനെ മാത്രമല്ല, എല്ലാരും അതിന്റെ അകത്ത് അങ്ങനെയായിരുന്നു മൊത്തം.